ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. അപ്പോ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം വിധികർത്താക്കളായി എത്തുന്നു ഡോക്ടർ ആർ വി ജി മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, മിസ്റ്റർ സി പി നായർ, ശ്രീമതി ഉഷ, ഇവരെ കൂടാതെ പത്മപ്രിയയും. സുസ്ഥിര വികസനത്തിന്റെ അതിനൂതനമായ ആശയങ്ങളുമായി ഈ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ വേദി പങ്കിടാനെത്തുന്നു എറണാകുളം ജില്ലയിലെ കരുമാലൂർ പഞ്ചായത്ത്. നമുക്ക് സ്വാഗതം ചെയ്യാം കരുമാലൂർ പഞ്ചായത്തിനെ. കരുമാലൂർ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച പ്രസിഡന്റ് ശ്രീ ഷാജി, ശ്രീ ജീസൺ, ശ്രീ മജീദ്, ശ്രീ അബ്ദുൾ മാലിക്, ശ്രീ ബാബു. ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. വെൽക്കം യു സർ. ഇതൊക്കെ കാര്യങ്ങൾ കരുമാലൂരിനെ കുറിച്ച് ലോകത്തിനോട് പറഞ്ഞു കൊടുക്കാം. കരുമാലൂർ പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളകളുടെ നാടാണ്. 900 ഏക്കറോളം നെൽപ്പാടങ്ങളാണ് കരുമാലൂരിലുള്ളത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത് ഈ പെരിയാറിന് കുറുകെ കരുമാലൂർ പഞ്ചായത്തിലാണ്. എറണാകുളം ജില്ലയിലെ ശുദ്ധജല വിതരണത്തിനാവശ്യമായിട്ടുള്ള മുഴുവൻ വെള്ളവും ആ ബണ്ട് സംരക്ഷിച്ചുകൊണ്ടാണ് പമ്പ് ചെയ്തെടുക്കുന്നത്. ആ ശുദ്ധജലം ഉപയോഗിച്ചുകൊണ്ടാണ് കരുമാലൂരിൽ മനോഹരമായ പാടങ്ങളിൽ നെല്ല് വിളയിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കരുമാലൂരിന് പറയാൻ പ്രൗഢിയുടെ കഥകൾ ഏറെയുണ്ട്. അപ്പോൾ നമുക്ക് കരുമാലൂരിനെ ഒന്ന് കണ്ടുവന്നാലോ? കരുമാലൂരിന്റെ ഹരിത സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് നൽകുകയാണിവൾ. ഇവൾ നമ്മുടെ പെരിയാർ. ഈ ഗ്രാമപഞ്ചായത്തിനെ ചുറ്റി ഏതാണ്ട് 13 കിലോമീറ്ററോളം തഴുകിയാണ് ഇവളുടെ യാത്ര. ഈ പഞ്ചായത്തിന്റെ സമ്പദ്ഘടന തീരുമാനിക്കുന്നതിൽ ഇവളുടെ പങ്ക് തീരെ നിസ്സാരമല്ല കേട്ടോ. ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ അഭിമാനിക്കാൻ ഇനിയും ഒരുപാട് വസ്തുതകളുണ്ട്. വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാമുഖ്യം നൽകുന്നുണ്ട് ഈ പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഹോളി മാതാ കോളേജ്, സെയിന്റ് ഗിസ് കോളേജ്, ആലുവ UC കോളേജ്, പിന്നെ മറ്റെന്ത് വേണം വിദ്യാഭ്യാസ കാര്യത്തിൽ ഇത്തിരി അഹങ്കരിക്കാൻ. കരിമാലൂരിലെ മറ്റൊരു സുന്ദര കാഴ്ചയാണ് പെരിയാറിന് കുറുകെ തീർത്തിരിക്കുന്ന ഈ ബണ്ട്. ഇനിയും കാഴ്ചകൾ ഏറെ നൽകാൻ സാധിക്കും പെരിയാർ ചേർത്തണച്ചിരിക്കുന്ന ഈ സുന്ദര ഗ്രാമത്തിന്. വികസനത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും എന്താണ് നമുക്ക് കരുമാലൂർ മോഡലായി നമുക്ക് ലോകത്തിനോട് പറയാൻ പറ്റുന്നത്? കരുമാലൂർ പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന സങ്കല്പമാണ് ഞങ്ങൾ നടപ്പാക്കി വരുന്നത്. വ്യാവസായിക മേഖലയായിട്ടുള്ള ആലുവയുടെ അടുത്താണ് കിടക്കുന്നതെങ്കിലും നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെയും അതുപോലെ തന്നെ പട്ടണത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത് കിടക്കുന്നതെങ്കിലും കാർഷിക പഞ്ചായത്ത് എന്ന നിലയിൽ അറിയപ്പെടാനും കാർഷിക മേഖലയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ജാഗ്രതയാണ് പഞ്ചായത്തിനുള്ളത്. നമ്മുടെ നെല്ലുൽപാദനത്തിനാണ് മുഖ്യമായ പ്രാധാന്യം കൊടുക്കുന്നത്. 900 ഏക്കറോളം 3 പൂ കൃഷി ചെയ്തിരുന്ന മനോഹരമായ പാടമാണ് കരുമാലൂരുള്ളത്. അതിലൊരു 200 ഏക്കറിലേറെ വരുന്ന 200 ഏക്കർ മാത്രമാണ് നെൽകൃഷി അടുത്ത കാലത്തുണ്ടായിരുന്നത്. ബാക്കി 700 ഏക്കറോളം തരിശാണ് കിടന്നിരുന്നത്. ആ തരിശ് കൃഷിയെല്ലാം വീണ്ടും സജീവമാക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായി ഏതാണ്ട് 750 ഏക്കറോളം ഇപ്പോൾ 2 പൂ കൃഷി ചെയ്യുന്ന നിലങ്ങളായി മാറിക്കഴിഞ്ഞു.
750 ഏക്കർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, തിരിച്ചു കൊണ്ടുവരാൻ പുനർജീവിപ്പിക്കാൻ കഴിഞ്ഞു. കൃഷിയുടെ കാര്യത്തിലും വളരെ നിശബ്ദമായ ഒരു വിപ്ലവം നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇനി വികസനത്തിന്റെ കാഴ്ചകളാവാം. ഇത് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്ക് സമീപമുള്ള കരുമാലൂർ ഗ്രാമം. എറണാകുളത്തിന്റെ ജീവിതത്തോട് ഒട്ടും തന്നെ ചേർന്നു നിൽക്കാത്ത കൃഷിയും കർഷകരുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പിന്റെ ഗ്രാമം. പോയകാല കാർഷിക സമൃദ്ധി തിരിച്ചുപിടിക്കാൻ കഠിന പ്രയത്നം നടത്തുന്ന ഒരു ജനതയുടെ ഗ്രാമം. വള്ളുവനാടും കോലത്തുനാടും വങ്കനാടും ഒക്കെ കേരള സാഹിത്യ ചരിത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് വെളിയത്ത് നാട്ടിലാണ്. വെളിയത്ത് നാട് അറിയപ്പെടുന്നത് ഒരുപക്ഷെ തുമ്പോലാർച്ചയുടെയോ ഉണ്ണിയാർച്ചയുടെയോ പേരിലല്ല, മറിച്ച് ഇവിടുത്തെ കാർഷിക സമൃദ്ധിയുടെ പേരിലാണ്. ഏതൊരു ഗ്രാമപഞ്ചായത്തും ശരികളിലേക്ക് നടന്നകലുന്നത് കുഞ്ഞു കുഞ്ഞു പാളിച്ചകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ്. കരുമാലൂർ ഗ്രാമപഞ്ചായത്തും അങ്ങനെ തന്നെ. കരുമാലൂർ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഏതാണ്ട് 900 ഏക്കർ പാടഭൂമി ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. അതിൽ തന്നെ 550 ഏക്കർ തരിശിട്ടേക്കായിരുന്നു. പഞ്ചായത്ത് മുൻകൈ എടുത്താണ് ഈ 550 ഏക്കറിൽ നിന്ന് 400 ഏക്കർ കൃഷിയോഗ്യമാക്കിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ഒരു പാടത്തിലാണ്. ഞാനീ ഇരിക്കുന്ന പാടശേഖരം ഉണ്ടല്ലോ, ഏതാണ്ട് 12 മാസങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നില്ല. ഇത് തരിശു ഭൂമിയായിരുന്നു. ഏതാണ്ട് 125 ഏക്കറോളം ഭൂമി. ഒരു കാര്യം ഉറപ്പാണ്, കൃത്യസമയത്ത് ഒരു കൈത്താങ്ങ് നൽകിയാൽ നഷ്ടപ്പെട്ടു പോയ എന്തിനേയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നതിന്റെ ഉദാഹരണമാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ. കണ്ടില്ലേ? അതായത് മുഖ്യധാരയിൽ നിന്ന് കർഷകർ കൃഷി മാറി മറ്റൊന്ന് ചിന്തിക്കുകയും കൃഷി ഉപജീവന മാർഗമല്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് വളവും സബ്സിഡിയും കൊയ്ത്ത് യന്ത്രങ്ങളുമായി ഇവരുടെ മുന്നിലേക്ക് എത്തിയത്. പിന്നെ എങ്ങനെ കൃഷി തളിർക്കാതിരിക്കും? അതെ, ഇന്ന് കരുമാലൂരിൽ കൃഷി വീണ്ടും തളിർത്തു തുടങ്ങിയിരിക്കുന്നു. മൊത്തം വിസ്തൃതിയുടെ 1/3 കൃഷിഭൂമിയായിരുന്ന കരുമാലൂരിൽ കൃഷിയിലെ ലാഭമില്ലായ്മയും വിളവെത്തിയ നെല്ല് കൊയ്യാൻ പോലും ആളില്ലാത്ത അവസ്ഥയുമാണ് കർഷകരെ കൃഷിയിൽ നിന്ന് അകറ്റിയത്. പക്ഷേ പഞ്ചായത്തിന്റെ ശ്രമഫലമായി പഴയ കാർഷിക പെരുമ വീണ്ടെടുക്കാൻ കരുമാലൂറുകാർ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആദ്യപടി എന്നോണം തരിശുകിടന്ന 300 ഏക്കറിൽ കൃഷിയിറക്കി 500 ടണ്ണോളം നെല്ല് കൊയ്തു ഇന്നാട്ടുകാർ. ഈ കൊയ്ത്ത് ഇവർ ഒരു ഉത്സവമായി തന്നെ ആഘോഷിച്ചു. കരുമാലൂരിനെ സംബന്ധിച്ച് കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗവും പ്രധാന വരുമാന മാർഗവും. അപ്പോൾ ചേട്ടാ, പഞ്ചായത്താണെങ്കിൽ കൃഷിയുടെ കാര്യത്തിൽ ഒരുപാട് ഇടപെടുന്നുമുണ്ട് ഇല്ലേ? ഒരുപാട് സഹായങ്ങൾ, പിന്തുണയൊക്കെ നൽകുന്നുണ്ട്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്? പാരമ്പര്യമായിട്ട് കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഇടക്കാലങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോൾ കൃഷി കൊയ്യാനായിട്ട് ആളില്ലാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ ചെറിയ കർഷകരെല്ലാവരും, വൻകിട കർഷകരും എല്ലാവരും പുറകോട്ട് പിൻവലിഞ്ഞു. കാരണം ഇത് വിളവ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളവ് കൊയ്തെടുക്കാനുള്ള ഒരു സംവിധാനമില്ല. അങ്ങനെ പഞ്ചായത്ത് ഇടപെട്ട് പഞ്ചായത്തും ബ്ലോക്കും കൂടിയും സംയുക്തമായിട്ട് കൊയ്ത്ത് യന്ത്രം വാങ്ങിച്ച് അങ്ങനെ കൊയ്യാനുള്ള സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതിൽ നിന്ന് പിന്മാറിയ ആളുകൾ വീണ്ടും കാർഷിക നെല്ല് ഉൽപ്പാദന ഇതിലേക്ക് തിരിഞ്ഞു വന്നിട്ട് വീണ്ടും കൃഷി കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും കൃഷി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്ന് തരിശായ കിടന്ന സ്ഥലങ്ങളിൽ ചെയ്യാനുള്ള പ്രോത്സാഹനം, ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രോഫിറ്റ്, തരിശിനുള്ള പ്രോഫിറ്റും കൂടാതെ ഉൽപ്പാദന ബോണസ്, വിത്ത് സബ്സിഡി ഫ്രീ ആയിട്ടും വളം സബ്സിഡി നിരക്കിലും ഇങ്ങനെ തന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊയ്യാനുള്ളതിനും സബ്സിഡി കഴിഞ്ഞ വർഷം മുതൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ വിഹിതം വണ്ടിക്ക് റേറ്റ് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പകുതി സബ്സിഡി ആയിട്ട് വീണ്ടും നമുക്ക് അത് അനുകൂലമായിട്ട് തന്നുകൊണ്ടിരിക്കും. വ്യക്തമായ ദിശാബോധം ഏതൊരു പദ്ധതിയുടെയും വിജയത്തിന് അനിവാര്യമാണ്. ഈ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും കാർഷിക വൃത്തിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു ഗ്രാമം മുഴുവൻ. കാർഷിക വൃത്തി എന്ന് പറയുമ്പോൾ വെറും പാടശേഖരം മാത്രമാണെന്ന് കരുതണ്ട. 30 ഏക്കറോളം നീളുന്ന വാഴപ്പഴത്തോട്ടം, പിന്നെ അതിനപ്പുറം നീളുന്ന പച്ചക്കറിത്തോട്ടം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നമുക്ക് ഈ പഞ്ചായത്തിൽ ഒരു വാഴത്തോപ്പ് കാണാമെന്ന്. ഏതാണ്ട് 300 ഏക്കറിലായിട്ടാണ് ഈ പഞ്ചായത്തിൽ വാഴകൃഷി നടക്കുന്നത്. 2.5 ലക്ഷത്തോളം വാഴത്തൈകൾ. പരമ്പരാഗത കൃഷിക്കാരെ സജീവമാക്കുന്നതിനോടൊപ്പം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നത് പഞ്ചായത്തിന്റെ ഒരു അജണ്ട അത്രേ. പിന്നെ കുടുംബശ്രീ പ്രവർത്തകരും ഒട്ടും പിന്നിലല്ല കൃഷിയുടെ കാര്യത്തിൽ. കുടുംബശ്രീ പ്രവർത്തകരും അവരെ കൊണ്ട് കഴിയുന്ന വണ്ണം കൃഷിയിൽ സജീവമാവുകയാണ്.
റിട്ടയർഡ് ഉദ്യോഗസ്ഥർ, ഫാർമസിസ്റ്റ്, IT